ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേരള സ്റ്റൈൽ മീൻ പൊരിച്ചതിൻ്റെ റെസിപ്പിയാണ്. ഇതിൻ്റെ കോട്ടിംഗ് ഒന്നും അല്ലെങ്കിൽ ഇതിൻ്റെ മസാലയൊന്നും ഒട്ടും ഓയിലിൽ പോവാതെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ടെക്നിക്ക് കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ കീപ്പ് വാച്ചിങ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ആദ്യം ഒരു 3 പീസ് അല്ലെങ്കിൽ ഒരു 3 സ്ലൈസ് മീൻ എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് ഇതിന് വേണ്ട മസാല ഉണ്ടാക്കുകയാണ്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു 3/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ മുളക് പൊടി, കശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രഷായിട്ട് പെപ്പർ ക്രഷ് ചെയ്ത് ചേർക്കാണ് ചെയ്യുന്നത്. അത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു 2 പിഞ്ചായിട്ട് കസൂരി മേത്തി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കയ്യിലിൻ്റെ അകത്ത് വെച്ചൊന്ന് തിരുമ്മി കൊടുത്തതിന് ശേഷം ചേർക്കാം. ഇത് നമ്മൾ ഫ്രൈ പാനിൽ വെച്ച് ചൂടാക്കിയിട്ട് ചേർക്കുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു 1/2 ടീസ്പൂൺ നമ്മൾ യൂസ് ചെയ്യുന്ന ഫിഷ് മസാല ചേർക്കാം. ഇതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോഴും കുറച്ച് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ ഫിഷ് മസാല ചേർക്കുന്നതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് ആ ഒരു പേസ്റ്റ് ആക്കാനുള്ള ആവശ്യത്തിനുള്ള വിനീഗർ നമ്മൾ ചേർത്ത് കൊടുക്കാം. ഇത് വിനീഗറിന് പകരം നമുക്ക് ലൈം ജ്യൂസോ അല്ലെങ്കിൽ പുളിയുടെ വെള്ളമോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ല പേസ്റ്റ് ആക്കിയിട്ടുള്ള ഈ ഒരു മസാല ഫിഷിൻ്റെ മുകളിലോട്ട് നമുക്ക് മാറ്റി ഇതിനെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. 2 സൈഡിലും നന്നായിട്ട് ഒരു കോട്ടിങ് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ തേച്ച് പിടിപ്പിക്കാനായിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാനായിട്ട് നല്ല ഒരു തിന്നായിട്ടുള്ള ഒരു ലെയറായിട്ടുള്ള കോട്ടിങ് കൊടുത്തിട്ടുണ്ട് മീനിന്. ഇനി ഇതൊരു 10 മുതൽ 15 മിനിറ്റ് വരെ നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു മാരിനേഷൻ ഇതിന് അകത്ത് വരെ മസാല പിടിക്കാനായിട്ട്. ഈ ഒരു 10 മിനിറ്റിന് ശേഷം ഞാനിത് 1 ടീസ്പൂണോളം അരിപ്പൊടി, നമ്മൾ വറുത്തിട്ടുള്ള അരിപ്പൊടിയാണ്, പത്തിരിപ്പൊടി യൂസ് ചെയ്യാം. അത് ജസ്റ്റ് 2 സൈഡിലും കൂടെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആ ഒരു പത്തിരിപ്പൊടിയും ഈ മസാലയൊക്കെ കൂടെ ആ ഫിഷിൻ്റെ മുകളിൽ ഒരു തിൻ ലെയർ കോട്ടിങ് കിട്ടുന്നത് പോലെ നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ മസാല തേച്ച് വെച്ചതിന് ശേഷം നമ്മൾ അപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇനി മാരിനേറ്റ് ചെയ്ത് കുറച്ച് സമയം വെക്കുന്നൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതിന് നല്ല തിൻ ലെയർ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈങ് പാന് ചൂടായി വരുന്ന സമയത്തേക്ക് അതിലോട്ട് ഓയിൽ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ ആയിരിക്കും ഈ ഒരു കേരള സ്റ്റൈൽ ഫിഷ് ഫ്രൈക്ക് ഏറ്റവും ബെസ്റ്റ്. ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ടെക്നിക്ക് ചെയ്യുന്നത്. ഈ ഒരു ചൂടായിട്ടുള്ള ഓയിലിലോട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ മീനിൻ്റെ മുകളിലുള്ള ആ ഒരു മസാല ഒട്ടും ആ പാനിൽ ഒട്ടിപ്പിടിക്കാതെ നമ്മുടെ ഫിഷിൻ്റെ മുകളിൽ തന്നെ ഒരു തിൻ ലെയർ കോട്ടിങ് പോലെ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇത് നമ്മൾ മീനിന് മാത്രമല്ല, നമ്മൾ എന്ത് കാര്യങ്ങൾ ചിക്കനോ എന്ത് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ആ മസാലകളൊക്കെ ആ ചിക്കൻ്റെ മുകളിലാണെങ്കിൽ അങ്ങനെ, ഇപ്പോൾ ഫിഷിൻ്റെ മുകളിലായതുകൊണ്ട് ആ ഫിഷിൻ്റെ മുകളിൽ തന്നെ നിൽക്കും. ഓക്കെ, അപ്പോൾ ഇത് നമ്മളൊരു 2 മിനിറ്റിന് ശേഷം ഈ മീനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ സൈഡ് നമുക്കൊരു 2 മുതൽ 3 മിനിറ്റ് വരെ കുക്ക് ചെയ്യാം. നമ്മൾ ഫിഷ് എത്രത്തോളം തിക്നെസ് ഉണ്ടോ അത്രയും നമ്മൾ കുറച്ചും കൂടെ ടൈം കൂടുതൽ ചാൻസ് ഉണ്ട്. ഇത് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. മാത്രമല്ല നമ്മൾ അടച്ച് വെക്കാതെയാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഇത് നിങ്ങൾ കാണാൻ നല്ല ആ ഒരു തിൻ ലെയർ, നല്ല ക്രിസ്പി ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല മുരിഞ്ഞ് വന്നിട്ടുള്ള കോട്ടിങ്ങോട് കൂടിയിട്ടുള്ള ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഓയിലിൽ നിന്ന് ഇത് മാറ്റിയെടുക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. നാളെ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം.